ഹലോ ഗൈസ്, ഡ്രാമ ആണതിന് മുമ്പ് നമുക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. ആദ്യം നല്ല കാര്യത്തിന് തുടങ്ങാം. ഒരാഴ്ച ആയതുകൊണ്ട് ഇപ്പം നമുക്ക് ഇനി തൊട്ട് ഈ ചാനലിൽ വീഡിയോ ഇട്ട് തുടങ്ങാം. പിന്നെ രണ്ടാമത് ബാഡ് ന്യൂസ്, നമ്മൾ നെവർ എൻഡിങ് സമ്മർ ഇതിനകത്തിരുന്ന് മാറ്റി സെക്കൻഡ് ചാനൽ ഇട്ടുകൊണ്ടിരുന്ന, പക്ഷെ ആ ചാനൽ ഇപ്പോൾ പോയി കിട്ടി. അതുകൊണ്ട് തന്നെ ഇതുവരെ ആ ഡ്രാമ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് ലാസ്റ്റ് എപ്പിസോഡ് വരെ നമ്മൾ ഫേസ്ബുക്കിനകത്ത് ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഡിസ്ക്രിപ്ഷനൊക്കെ നോക്കാറിയാലോ. അതിനകത്ത് ഞാൻ ആദ്യം തന്നെ ഫേസ്ബുക്കിന്റെ ലിങ്ക് ഇടാം. ഇനിയിപ്പോൾ ഫേസ്ബുക്കും കൂടെ എല്ലാവരും കൂടെ ഫോളോ ചെയ്ത് വെച്ചേക്ക്. കാരണം ഇതിനകത്തിരുന്ന് കുറെ ഡ്രാമ പോകുവാണ്, അതിനകത്തിട്ട് വയ്ക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ആ ഡ്രാമ കണ്ടെടുത്തതിന് ശേഷം ഇത് വന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. പിന്നെ അതിന്റെ കൂടെ തന്നെ സെക്കൻഡ് ചാനലിന് വരാം വേറൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, SKD ഡ്രാമാസ്. അതിന്റെ ലിങ്ക് ഞാൻ ഈ ഫേസ്ബുക്കിന്റെ താഴത്തിന് ഇട്ട് വയ്ക്കാം. അതിനകത്ത് ഇതിന്റെ കൂടെ തന്നെ ലവ് ഫോറി എന്ന് പറഞ്ഞ ഇപ്പം ഇറങ്ങിയ ഒരു ഡ്രാമയുണ്ട്, നമ്മുടെ ഗോഹെഡിലെ നടൻ അഭിനയിച്ചും പിന്നെ ഇതിനു മുമ്പ് കണ്ട ലൈറ്റർ ആൻഡ് പ്രിൻസസിലെ ഹീറോയിൻ ഉണ്ട്. സോ അവരുടെ റൊമാൻറ്റിക് ഡ്രാമയാണ്. നമ്മൾ ഈ ഡ്രാമ ഇടുന്ന പോലെ തന്നെ മറ്റേ ചാനലിലും ആ ഡ്രാമ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടുവരും. അതുകൊണ്ട് ആ ചാനലും കൂടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇനിയിപ്പോൾ ഈ ഡ്രാമ കാണുന്നതിന് മുമ്പ് പറഞ്ഞ പോലെ നെവർ എൻഡിങ് സമ്മർ കണ്ടില്ലെങ്കിൽ അത് ആദ്യം പോയി കണ്ടിട്ട് എല്ലാവരും ഈ ഡ്രാമ കാണാൻ വരിക. നമ്മൾ ഇന്നോട്ട് കാണാൻ പോകുന്ന ഡ്രാമയുടെ പേര് സ്നൈപ്പർ ബട്ടർഫ്ലൈ. ഇതിലെ ഹീറോയുടെ ഡ്രാമയാണ് നമ്മളിപ്പോൾ അവസാനമായിട്ട് കണ്ട നെവർ എൻഡിങ് സമ്മർ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രാമയെ നമുക്കിപ്പോൾ കാണാം. തുടക്കം തന്നെ നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത്. ഇവളുടെ പേര് സെൻജിങ്. അങ്ങനെ അവളൊരു വർക്ക് വിഷയമായിട്ട് കമ്പനിയിലേക്ക് ചെന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ഇവൾ റോഡിൽ വെച്ച് ഒരുത്തിനെ കണ്ടുമുട്ടും. അങ്ങനെ ഇവനെ കണ്ട് അവൾ ഭയങ്കര ഇമോഷണൽ ആവും. അങ്ങനെ ആ പോകുന്ന വേറെ ആരുമല്ല, അതാണ് ലീവു, നമ്മുടെ ഡ്രാമയിലെ ഹീറോ. അവസാനം അവൻ പോകുന്ന കണ്ടോണ്ട് ഇവൾ അവിടെ തന്നെ നിൽക്കും. എന്നിട്ട് അവൾ നേരെ കമ്പനിയിലേക്ക് വരുമ്പോഴാണ് ഇവൾക്ക് സത്യത്തിൽ ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്. അങ്ങനെ ആ മീറ്റിംഗ് ആരുമായിട്ട് നോക്കുമ്പോൾ അത് അവനായിട്ട് തന്നെയാ. അങ്ങനെ അതുകൊണ്ട് വീണ്ടും ഷോക്കായിട്ട് അവള് അകത്തേക്ക് കയറി ചെല്ലുമ്പം അതേസമയം അവനും ഇവളെ കണ്ടിട്ട് വലിയായിട്ട് മൈൻഡൊന്നും ചെയ്യത്തില്ല. എന്നിട്ട് ഇവർ തമ്മിൽ പരിചയപ്പെടുമ്പം അവന് പേരൊക്കെ പറഞ്ഞ് ഷേക്കൻഡ് എടുക്കുമ്പം അവളും ചെറിയ ഇമോഷണലോടൊക്കെ ഇവന്റെ അടുത്ത് സംസാരിച്ചിട്ട് ഇവളെ റെഡിയാക്കി വെച്ച പ്രസന്റേഷനൊക്കെ അവളെ ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവർ തമ്മിൽ ആദ്യം കണ്ട മൊമെന്റ് ഒക്കെ അവനിങ്ങനെ ഓർമ്മ വന്നു. പക്ഷെ ഇതേ സമയം അവൾ അവിടെ നിന്ന് പ്രസന്റേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇവൾ വാങ്ങിച്ചെന്ന് ഗിഫ്റ്റൊക്കെ അവൾ നോക്കാൻ വേണ്ടി എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതൊക്കെ കാണുമ്പോൾ അവൾക്കും ആ പഴയ ഓർമ്മയൊക്കെ ഒന്ന് ചെറിയ വിഷമത്തിലൊക്കെ ഇരിക്കും. അതിനുശേഷം അവൾ അവിടേക്ക് വന്നിരുന്നിട്ട് ഈ പ്രോജക്റ്റിന് വേണ്ടി റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അതേസമയം അവന് ഇവളുടെ ഡേറ്റ് ചെയ്ത സമയമൊക്കെ ഓർമ്മ വന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ അവനും ഇവൾ സത്യത്തിൽ ഒരു ബന്ധത്തിനെ കുറിച്ച് എന്തോ വിചാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളുടെ പാർട്ട്ണറാണ് ഇവനെന്തോ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് കുറച്ച് ഡൗട്ടോടൊക്കെ നോക്കും. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കുന്ന അവൻ ചുമ്മാ ചോദിച്ചാന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിലുള്ള മീറ്റിംഗ് അവസാനിക്കും. അതിനുശേഷം അവൾ റെസ്റ്റ് റൂമിലേക്ക് ഇവനെ കാണാതെ വന്നിട്ട് അവിടുന്ന് പഴയതൊക്കെ ആലോചിച്ച് നോക്കും. അതായത് ഇവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ട് ആദ്യമായിട്ട് ലീവോനെ കാണാൻ വേണ്ടി അവന്റെ വീട്ടിലേക്ക് ചെന്ന്. അങ്ങനെ അവൻ ഗ്രാമത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടോടെ ജീവിക്കുന്നുണ്ട്. ഇവളുടെ അച്ഛനായിരിക്കും അവന്റെ പഠിത്തത്തിനൊക്കെ പൈസ കൊടുത്ത് ഹെൽപ്പ് ചെയ്ത്. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് അവളും ഇപ്പൊ അവൻ പോയി കാണുമെന്ന് പറഞ്ഞ് ഇവൾ ലിഫ്റ്റിലേക്ക് കയറുമ്പം അതേസമയം അവനും ഇവളുടെ പുറകെ തന്നെ വരും. എന്നിട്ട് അവൾ അവിടുന്ന് പോകാൻ നോക്കുന്ന മുമ്പേ അവൻ അവളെ തടഞ്ഞു നിർത്തി ഒരു ബന്ധത്തിന്റെ അർത്ഥം ഇവൾക്കറിയാൻ ചോദിക്കും. കാരണം ഒരു ബന്ധത്തിൽ സ്നേഹം വരും, വെറുപ്പ് വരും, പക്ഷെ ഇങ്ങനെ ആരും അവോയ്ഡ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് അവൻ ആ കാര്യം പറയുമ്പം അവൾ തിരിച്ചൊന്നും പറയാതെ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവനും ഇത്രയും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇവന് വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ അത് കേട്ട് അവൾ തിരിച്ചൊന്നും പറയാതെ അവൾ കരച്ചിലോടെ അവിടെ നിന്ന് പോകും. അതേപോലെ തന്നെ വീണ്ടും ഇവളെ കണ്ടതി അവന് നല്ല സങ്കടമുണ്ട്. അങ്ങനെ അന്ന് രാത്രി ഇവരുടെ കമ്പനി തമ്മിലുള്ള ഡീല് സക്സസ് ആയതുകൊണ്ട് രാത്രി ഒരുമിച്ച് ഇവരൊക്കെ പുറത്ത് ഡിന്നറിന് പോകും. അങ്ങനെ അതിനുശേഷം ഓരോരുത്തരും വീട്ടിലേക്ക് ചെല്ലുമ്പം സെൻജിനാണ് ഒരു ടാക്സി പിടിച്ച് പോകാൻ വേണ്ടി നിൽക്കും. അപ്പോഴാണ് അവളുടെ കൂടെ ജോലി ചെയ്യുന്ന പാർട്ട്ണറും ഇവളെ വിളിക്കാൻ ഡോക്ടറിൽ വരത്തില്ലെന്ന് പറഞ്ഞ് ആ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ തന്നെ അടുത്തിരുന്ന് കേൾക്കുന്ന ലീവുമാണ് കുറച്ച് ജലസായൊക്കെ ഇരിക്കും. അതിനുശേഷം അവന്റെ കൂട്ടുകാരനായിട്ട് അവിടെ നോക്കുമ്പം ഇവന്റെ കൂട്ടുകാരനും ഇവൻ കാരണം സെൻജിനെ കണ്ട് ഒരു ഹായ് പോലും പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവന് മൊത്തത്തിൽ ഓക്കോടായി നിറയും. അപ്പൊ ഇതായിട്ട് അടുത്ത സെക്കൻഡ് ലീവും വണ്ടി നിർത്താൻ പറഞ്ഞ് അവൻ ഇറക്കി വിടാൻ നോക്കുമ്പോൾ കൂട്ടുകാരന് മനസ്സിലാക്കി അവന്റെ ഒന്നും ആവശ്യമില്ല, പുറത്തു നില മഴയാന്ന് പറയും. അതിനുശേഷം ഇവരൊക്കെ ഒരുമിച്ച് ചാറ്റ് ചെയ്യാൻ വേണ്ടി പുതിയ ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുമ്പോൾ അവൻ ആ ചാൻസ് യൂസ് ചെയ്ത് ഇവളുടെ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കും. പക്ഷെ അവന്റെ ഫോണിൽ അവളുടെ ഒരു പോസ്റ്റും കാണാൻ പറ്റത്തില്ല, കാരണം ഇവനെ ബ്ലോക്ക് ചെയ്തിട്ടേക്കുക. അതുകൊണ്ട് അവന്റെ കൂട്ടാന്റെ ഫോം വാങ്ങിച്ച് അവൻ അത് ഓരോന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അതിനകത്ത് മറ്റുള്ള ഡോക്ടറിലു എന്ന് പറഞ്ഞ് അയാൾ അവളുടെ കൂടെ ഉള്ള ഒരു ഫോട്ടോ കാണുന്നത്. അങ്ങനെ ഇത് അവനും അസൂയപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തിരുന്ന് കൂട്ടാനാണ് ഇത് അവളുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് ചോദിക്കും. അതോടെ ഇവനും മൊത്തത്തിൽ ഞാൻ കരിപ്പാകും. അങ്ങനെ ഇവർ തമ്മിലുള്ള അകൽച്ചയെ കാരണം എന്തോന്ന് ഇപ്പൊ നമുക്ക് ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് കാണാം. അങ്ങനെ സെൻജിനും അവൾ ഡിവോഴ്സ് ആയ വിഷമത്തി വീട്ടിൽ നിന്ന് സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവൾക്കാണ് ഒരു ഫോൺ കോൾ വരും. അങ്ങനെ അവൾ അതെടുത്ത് ആരാൻ സംസാരിക്കുമ്പോഴാണ് വിളിച്ചത് ലീവു ആണ്. അങ്ങനെ അവന് ഒരു വർഷം മുമ്പ് ഇവന്റെ പഠിത്തത്തിന് വേണ്ടി പൈസ ചെലവാക്കാൻ വന്ന മിസ് സെൻജിൻ അല്ലെന്ന് പറഞ്ഞ് അവൻ ചോദിക്കുമ്പം അവൾക്ക് ആളെ പിടികിട്ടിയിട്ട് ഇവൻ എന്തിനാ ഇപ്പം വിളിച്ചെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഡിസ്റ്റർബ് ചെയ്യുന്ന സോറി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം അവനെ കൊണ്ട് ഫൈനൽ എക്സാം എഴുതാൻ പറ്റില്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഒന്നും കൂടെ അവൻ ഈ തവണ എഴുതി പഠിക്കാൻ പോവാന്ന് പറഞ്ഞ് അവന്റെ പഠിത്തത്തിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. അങ്ങനെ ഇത് കേട്ട് അവളും കഴിഞ്ഞ വർഷം ഇവന്റെ അപ്പൂപ്പന്റെ അക്കൗണ്ട്
അക്കൗണ്ടിലേക്ക് പൈസയൊക്കെ അയച്ചെന്നില്ലെന്നറിഞ്ഞ് ഇവൻ എന്തുകൊണ്ടാ പിന്നെ ഫൈനൽ എക്സാം എഴുതാത്തേന്ന് ചോദിക്കുമ്പോൾ അവന് കഴിഞ്ഞ വർഷം അവന്റെ അപ്പൂപ്പ മരിച്ചോയെന്ന് അറിയും. കൂടാതെ ഇപ്പൊ അവന്റെ ആന്റിയുടെ കൂടെ ജീവിക്കുന്നത്. പക്ഷെ ഇവന്റെ അങ്കിളാണ് ഇവര് തന്നെ കഷ്ടപ്പെടുന്നുണ്ട് ഇവനെ കഴിഞ്ഞ തവണ പരീക്ഷ എഴുതാൻ സമ്മതിക്കാതെ ഇവനെ ജോലിക്കൊക്കെ പറഞ്ഞയക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവന് പരീക്ഷയ്ക്ക് മിസ് ചെയ്യുന്നറിഞ്ഞ് ഈ തവണ അവന് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അറിയും. അതുകൊണ്ട് വീട്ടിൽ സമ്മതിക്കാത്തോണ്ട് ഇവളുടെ ബോയ് ഫ്രണ്ടിനെ വിളിച്ചപ്പോ ഇവളെ വിളിക്കുന്നതായിട്ട് അങ്ങേര് പറഞ്ഞെന്നറിയും. അതോടെ അവളും ദേഷ്യത്തി എന്തുവാ അവൻ എന്നെ വിളിക്കാൻ പറഞ്ഞോ, നീ ഒരു സെക്കൻഡ് വെയിറ്റ്, ഞാൻ അവനോട് ഇപ്പൊ സംസാരിച്ചിട്ട് തരാം എന്നിട്ട് ഇവൾ പറയുമ്പോൾ തന്നെ അവനും ഇത് വേറെ ആളുടെ ഫോണാന്നറിഞ്ഞ് അവനിപ്പോ കൊടുക്കണമെന്ന് പറയും. പക്ഷെ അവളാണ് 2 മിനിറ്റിനുള്ളിൽ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് അവളെ ഡിവോഴ്സ് ചെയ്ത മറ്റേനെ വിളിച്ചിട്ട് മറ്റേ പയ്യന്റെ പൈസയ്ക്ക് എന്തിനാ ഇവളെ വിളിക്കാൻ പറഞ്ഞു ചോദിക്കും. അപ്പോഴാണ് അവനും പിന്നെ നിന്റെ അച്ഛനല്ലേ അതിനും അവന് സഹായിച്ചോണ്ടിരുന്നത്, അതുകൊണ്ട് നിന്റെ ഫാമിലിയുടെ കാര്യം നീ തന്നെ നോക്കിയോ എന്നിട്ട് അവൻ പറയുമ്പോൾ തന്നെ ഇവളും എങ്കിൽ പിന്നെ ഇവൻ ഇതിനായിട്ട് ഒരു ബന്ധമില്ലെന്ന് ചോദിക്കും. പക്ഷെ മറ്റവനാണ് അവനൊരു ബന്ധമില്ലെന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തിട്ട് അങ്ങ് പോകും. അതിനുശേഷം വീണ്ടും ഇവള് ലീവുവിന് വിളിക്കുമ്പോൾ ഫോൺ എടുത്തിട്ട് വേറെ ആളാണ് ഇതാരാന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും മറ്റേ പയ്യൻ എന്തെന്ന് പറഞ്ഞ് അവനെ കുറിച്ച് തിരക്കുമ്പോൾ അയാളാണ് ഇയാൾ എപ്പോഴാ പയ്യന്റെ അടുത്ത് നിന്ന് പോയെന്ന് പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്യും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവളും അവന്റെ കോണ്ടാക്ട് ഇല്ലാത്തതുകൊണ്ട് നേരെ അവനെ കാണാൻ വേണ്ടി വീണ്ടും ആ ഗ്രാമത്തിലേക്ക് ചെല്ലും. അങ്ങനെ മലയുടെ മുകളിലാണ് അവന്റെ വീടുള്ളത്. അതുകൊണ്ട് അവള് വഴിയൊക്കെ ചോദിച്ചു മനസ്സിലാക്കി നേരെ കാറുമായിട്ട് അവിടെ ചെല്ലുമ്പം അവിടുത്തെ ഒരു ലേഡി ആയിരിക്കും അവന്റെ അപ്പൂപ്പൻ മരിച്ചതിന് ശേഷം അവന്റെ ആന്റിയുടെ വീട്ടിൽ താമസിക്കുന്ന പറഞ്ഞ് ഇവൾക്ക് വഴി കാണിക്കാൻ വേണ്ടി വിളിച്ചോണ്ട് പോകും. അങ്ങനെ പോകുന്ന വഴിക്ക് വെച്ചാൽ ഈ ലേഡിയും സെൻജിനോട് ലീവ് നല്ലോണം പഠിക്കുന്ന വയന അവന്റെ അങ്കിൾ അവനെ ജോലിക്ക് പറഞ്ഞേക്കാതിരിക്കുവാണെങ്കിൽ അവൻ കഴിഞ്ഞ വർഷം തന്നെ കോളേജ് കയറിയനെന്ന് പറഞ്ഞ് ആ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവളും കഴിഞ്ഞ വർഷം അവന്റെ അപ്പൂപ്പന്റെ അക്കൗണ്ടിൽ പൈസ ഇട്ടെന്നൊക്കെ പറയുമ്പോൾ അതേസമയം ഇവിടെ വീട്ടിലാണ് അവന്റെ അങ്കിൾ അവനായിട്ട് അടിച്ചുകൊണ്ടിരിക്കും. കാരണം അങ്ങേര് ഇവനെ പഠിക്കാൻ സമ്മതിക്കാതെ ഇവനെ ജോലിക്ക് പറഞ്ഞയക്കാനാണ് നോക്കുന്നത്. പക്ഷെ അവന്റെ ആന്റി അവന് സപ്പോർട്ടിന്, അതുകൊണ്ട് ആന്റി അടിക്കാൻ നോക്കുന്നുണ്ട്. ഇവൻ ഇടയ്ക്ക് തടഞ്ഞൊക്കെ നിൽക്കുമ്പോൾ അതേസമയം നടക്കുന്ന പ്രശ്നമൊക്കെ കണ്ട് അവള് മൊത്തം ഷോക്കാകും. അപ്പോഴാണ് ലീവും അവൻ ജോലി ചെയ്ത പൈസ എല്ലാം ഇങ്ങേറെ അക്കൗണ്ടിലേക്കല്ലേ പോകുന്നതെന്ന് പറയുമ്പോൾ അവന്റെ അങ്കിളും ദേഷ്യത്തി തിരിച്ച് സംസാരിക്കാറായെന്നറിഞ്ഞ് അവനിട്ട് അടിച്ചോണ്ടിരിക്കും. അങ്ങനെ അതോടെ അവന് നല്ല ദേഷ്യം വരുമ്പം പെട്ടെന്ന് സെൻജിങ്ങാണ് അടുത്തേക്ക് ചെന്നിട്ട് ഇവിടെ എന്തോ നടക്കുന്നതെന്ന് ചോദിക്കും. അതിനുശേഷം അവൻ ഇവളെ കണ്ട് സൈലന്റ് ആയിട്ടിരിക്കുമ്പം അവളും ഇവൾ ഓർമ്മയുണ്ടെന്ന് ചോദിക്കും. അങ്ങനെ അതുകൊണ്ട് അവനോട് ഇപ്പൊ ഒറ്റയ്ക്ക് സംസാരിക്കണം എന്നറിഞ്ഞ് അവന്റെ കൂടെ റൂമിലേക്ക് ചെല്ലും. അപ്പോഴാണ് ഇവന്റെ കൊച്ചു റൂമിനകത്ത് അവിടെ നിറച്ചും ബുക്സ് ആണുള്ളത്. അങ്ങനെ ഇതൊക്കെ കണ്ട അവളും ഇവൻ ഇവിടാണോ പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ ഇതല്ലാതെ വേറെ സ്ഥലമില്ലെന്ന് പറയും. അതിനുശേഷം അവളും ഇവന് പഠിത്തത്തിനോട് നല്ല താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കി അവനെ സഹായിക്കാൻ തീരുമാനിക്കും. അതുകൊണ്ട് തന്നെ ഇവന്റെ അപ്പൂപ്പന്റെ ബാങ്ക് അക്കൗണ്ട് ഇവന്റെ അടുത്താണോ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ പുറത്ത് ഇവന്റെ അങ്കിളും കുറച്ച് ദേഷ്യത്തിലൊക്കെ നോക്കിയിട്ട് പോകും. അതുകൊണ്ട് അവൾക്ക് മനസ്സിലായി അക്കൗണ്ട് എല്ലാം ഇവന്റെ അങ്കിൾ അടിച്ചു മാറ്റി വെച്ചേക്കുവാന്ന്. അതിനുശേഷം അവൾ അവരോടൊക്കെ ഇവനെ പഠിക്കാൻ പറഞ്ഞയച്ച പിന്നെ അവൻ ജോലി ചെയ്ത് നിങ്ങൾക്ക് ആ പൈസയൊക്കെ തിരിച്ചറിയത്തില്ലെന്ന് ചോദിക്കുമ്പോൾ അവന്റെ അങ്കിളാണ് സമ്മതിക്കാതെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവൻ ഇപ്പൊ തന്നെ ജോലിക്കോണെന്ന് പറയും. അല്ലാതെ ഈ കുടുംബമൊക്കെ പട്ടിണി നടക്കുമെന്ന് പറഞ്ഞ് അങ്ങേര് കുറെ വഴക്ക് പറയുമ്പോൾ ഇവളാണ് അവസാനമായി സമ്മതിച്ചു കൊടുക്കാതെ അവന്റെ അപ്പൂപ്പന്റെ പൈസ എല്ലാം കൂടെ ഇവരെല്ലാം അടിച്ചു മാറ്റിയേക്കുന്നതെന്ന് ചോദിക്കും. അങ്ങനെ അതിനു വേണ്ടെങ്കിലും സഹായിച്ചോളം ചോദിക്കുമ്പോൾ തന്നെ അയാളും ദേഷ്യത്തി അയാളുടെ മരണത്തിന് തന്നെ കുറെ പൈസയൊക്കെ നഷ്ടപ്പെടുത്തി, അതുകൊണ്ട് തന്നെ ഇവന് ഓസിന് ഇവിടെ ഫുഡൊന്നും കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അങ്ങേര് തിരിച്ച് വഴക്കുണ്ടാക്കുമ്പോൾ തന്നെ ഇവൾക്കും ദേഷ്യം വന്ന് പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തേക്ക് പോകും. അതിനുശേഷം മറ്റേ ലേഡി സെൻജിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇവൾക്ക് ഇവിടെ തിരിച്ചു പോവാണ്, ഇനിയിപ്പോ പോകാൻ രാത്രിയാവെന്ന് പറഞ്ഞ് ഇന്ന് ഇവിടെ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് താമസിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുവേണ്ടി തന്നെ സെൻജിനെ വിളിച്ചോണ്ട് ഇതിനു മുമ്പ് ഇവിടെ ഒരു ടീച്ചർ താമസിച്ച ആ സ്ഥലത്തേക്ക് വിളിച്ചോണ്ട് പോകും. പക്ഷെ അവിടുത്തെ ഡോറാണ് ലോക്ക് പോലും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അതുകൊണ്ട് ഇവളും കുറച്ച് പേടിച്ചൊക്കെ അവിടെയുള്ള ടേബിളൊക്കെ എടുത്ത് വെച്ച് ആ ഡോർ ക്ലോസ് ചെയ്ത് വെക്കും. ഇതേസമയം ലീവും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് നല്ല മഴ പെയ്യുന്ന കാണുന്നത്. അങ്ങനെ അതോടെ അവനും അവളെ ഓർത്ത് പേടിച്ചിട്ട് അവന്റെ ഉള്ള പൈസയൊക്കെ എടുത്തോണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് ചെല്ലും. അങ്ങനെ ആ സമയം തന്നെ പവറും കട്ടായ ഉടനെ ഇവൻ അവൾക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഇവളെ മൊത്തത്തിൽ കൊതുകിന്റെ ശല്യം എന്നറിഞ്ഞ് ഇവൾക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചേക്കുമെന്ന് അറിയും. അപ്പോഴാണ് അതേ കണ്ടവളും ഇവനോട് കുറച്ച് സംസാരിക്കണമെന്ന് അറിഞ്ഞ് അകത്തേക്ക് വിളിക്കും. അതിനുശേഷം അവന് മെഴുതിരിയെ കത്തിച്ചു വെച്ചിട്ട് ഇവ നല്ലോണം പഠിച്ച് ഇവനെ സഹായിച്ചവർക്കൊക്കെ തിരിച്ച് സഹായിക്കണമെന്ന് പറയും. അതിന്റെ കൂടെ തന്നെ അവൻ ഈ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട് ഒരു നല്ല ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് അവളോട് ഈ കാര്യമൊക്കെ പറയുമ്പം അവളാണ് നമ്മളോട് വിശ്വാസമുണ്ട് അത് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് കുറച്ച് പോസിറ്റീവായിട്ടൊക്കെ സംസാരിച്ചിട്ട് ഇവനെ ചെന്ന് റെസ്റ്റ് എടുക്കാൻ പറയും. അപ്പോഴാണ് പോകുന്ന മുമ്പ് അവനും ഇവിടുത്തെ വാതിലിന് ലോക്കില്ലാത്ത കണ്ടിട്ട് ഇതെങ്ങനെ അടയ്ക്കും ചോദിക്കുമ്പോൾ അവളാണ് ഒരു ടേബിൾ ചടച്ചോളം നിറഞ്ഞിട്ട് ഇവനെ പൊയ്ക്കോളാൻ പറയും. പക്ഷെ അവൻ ഇവളുടെ സേഫ്റ്റി ഓർത്ത് ഇവിടെ നിന്ന് പോകാൻ മനസ്സില്ലാതെ അന്ന് രാത്രി ഫുള്ളും ഉറങ്ങാതെ വീടിന്റെ പുറത്ത് തന്നെ നിൽക്കും. അതിനുശേഷം അടുത്ത ദിവസം ഇവിടെ സെഞ്ചിൻ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് മറ്റേ വില്ലേജിലെ ലേഡി അവിടേക്ക് വന്നിട്ട് ഇന്നലെ രാത്രി തൊട്ട് ലീവ് ഈ വാതിലിന്റെ അവിടെ തന്നെ നിന്നെയാന്ന് പറയും. അങ്ങനെ അവന് വേണ്ടി കഴിക്കാൻ ഫുഡ് എടുക്കാൻ പോയ സമയത്ത് അവന്റെ അങ്കിൾ അവനെ ജോലിക്ക് വലിച്ചു പിടിച്ചോണ്ട് പോയത് കണ്ടെന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് അടുത്ത സെക്കൻഡ് തന്നെ ഇവൾ അങ്ങനെ തടയാൻ വേണ്ടി അവിടേക്ക് ഓടി ചെല്ലും. അതേസമയം അവന്റെ അങ്കിൾ പറയുന്ന കേൾക്കാതെ അവൻ പഠിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുമ്പോൾ ഇവന്റെ ആന്റി അവന് വിടാൻ പറയുന്ന സമയത്ത് അങ്കിൾ ദേഷ്യത്തെ അവരും കൂടെ തള്ളിവിടും. അതോടെ ഇവനാണ് ഭയങ്കര ദേഷ്യത്തി അവരെ തൊട്ടുപോലെന്ന് പറഞ്ഞിട്ട് ഇവൻ തിരിച്ചടിക്കാൻ പോകുമ്പോഴാണ് ആ സമയം അവിടേക്ക് സെഞ്ചി
വരുന്നുണ്ട് ഇവന് പേടിച്ചാൻ കൈയെടുക്കും. കാരണം ഇവനെ കുറിച്ച് തെറ്റായിട്ടൊന്നും വിചാരിക്കില്ലെന്ന് അവൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അതിനുശേഷം സെൻജിങ് സമാധാനത്തെ അങ്ങേരോട് ഇവനെ പഠിക്കണം, അതുകൊണ്ട് പൈസയൊക്കെ അവൾ ഇട്ടോളാം, ഇവനെ കൂടെ പറഞ്ഞയച്ചാൽ മാത്രം മതി എന്ന് പറയും. പക്ഷെ ഇത് കേട്ട് അങ്ങേരാണ് അങ്ങനെയൊന്നും ഇവനെ ഇവിടെ നിന്ന് വിളിച്ചോണ്ടാവാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇതൊക്കെ അവരുടെ ഫാമിലിയുടെ പ്രശ്നമെന്ന് പറയും. അതുകൊണ്ട് മൂന്നാമതൊരുത്തി ഒന്ന് ചോദിച്ചാലും ഇവൻ എങ്ങനെ തരത്തില്ലെന്ന് പറയുമ്പോൾ അവളാണ് ഇവന്റെ പഠിത്തത്തിന് വേണ്ടി അയച്ചെന്ന പൈസ എല്ലാം ഇങ്ങനെ അടിച്ചു മാറ്റി നേരെ കേസൊക്കെ ഇടുവാണ്, ജയിലിൽ പോയി കിടക്കേണ്ടി വരും പറയും. അങ്ങനെ അതൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാലും അങ്ങേര് ഇവനെ പറഞ്ഞയക്കാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ സെൻജിങ്ങും ഇയാൾക്കൊരു 30,000 പൈസ എന്നിട്ട് ഇവനെ വിളിച്ചോണ്ടോയിക്കോളാം എന്ന് പറയുമ്പോൾ പൈസ ഉണ്ട് അവസാനം അങ്ങേര് വീണുപോയി ഇവനെ പോയിക്കോളാൻ വേണ്ടി സമ്മതിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവളും അവനെ ചെന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് വരാൻ പറയും. അതിനുശേഷം അവളും അവന്റെ പുറകെ ചെല്ലുമ്പോഴാണ് ഇവൻ അവൾ കുറെ ബഹുമാനം കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും കുറച്ച് സങ്കടത്തി ഇവന്റെ അഭിപ്രായം ചോദിച്ചില്ലെന്നറിഞ്ഞ് അതിന് സോറി പറഞ്ഞ് ഇവന്റെ ആഗ്രഹം എന്തോന്ന് ചോദിക്കുമ്പോൾ അവന് പഠിക്കാൻ വേണ്ടി അവൻ വരാൻ തയ്യാറാന്ന് പറഞ്ഞിട്ട് ചെലവാക്കുന്ന പൈസയൊക്കെ തിരിച്ചു തരാന്ന് പറയും. അപ്പോഴാണ് അവൾക്കും ചിരി വന്നിട്ട് എങ്കിൽ പിന്നെ പലിശയെ കൊണ്ടോന്ന് ചോദിക്കുമ്പോൾ അവനും പലിശ എത്ര വാങ്ങിക്കുന്നതെന്ന് ചോദിക്കും. ഇത് കേട്ട് അവളും ചുമ്മാ തമാശ അറിഞ്ഞ് ഇവൻ പൈസ ആയിട്ടൊന്നും തരണ്ട, ഇവൻ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവനെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവനും പോകുന്നതിന് മുമ്പ് ഇവന്റെ ആന്റി അവിടെ ഓടി എന്നിട്ട് ഇവന് ചെലവിന് കുറച്ച് പൈസ കൊടുക്കും. അങ്ങനെ അതും കൊടുത്ത് അവര് ഇനി ഇങ്ങോട്ടേക്കൊന്നും വരില്ലെന്ന് പറഞ്ഞ് അവനെ രക്ഷപ്പെടാൻ പറഞ്ഞിട്ട് അങ്ങ് പോകും. അതിനുശേഷം അവനും അവരടുത്ത് കുറെ മിസ് ചെയ്തിട്ട് അവസാനം ഇവന്റെ അപ്പൂപ്പനെ ഒന്ന് കാണണം എന്നറിഞ്ഞ് അവളോട് പെർമിഷൻ ചോദിച്ചിട്ട് അങ്ങ് പോകും. അതുകൊണ്ട് അവന് ലക്കേജ് കാർ വെച്ചിട്ട് അവിടെ നിന്ന് ഓടി പോകുമ്പോൾ ഇവൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ജീവിതത്തിൽ അവന് അവന്റെ അപ്പൂപ്പനാണ് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അങ്ങേര് പറഞ്ഞേ ആലോചിച്ച് നോക്കും, ഇവിടെ കിടന്ന് കഷ്ടപ്പെടാതെ പഠിച്ചൊരു നല്ല നിലയിൽ ജോലി നേടണമെന്ന് അവന്റെ അപ്പൂപ്പന്റെ ആഗ്രഹം കൂടെ. അങ്ങനെ അതിന് അവസാനം ഒരു ചാൻസ് കിട്ടിയെന്ന് പറഞ്ഞ് അവന് അപ്പൂപ്പനോട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഓടി കാറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പം അതേസമയം അവൾ ആ സമയം കൊണ്ട് തന്നെ ഉറങ്ങി കാണും. അതുകൊണ്ട് തന്നെ അവനും ഇവളെ ഡിസ്റ്റർബ് ചെയ്യാതെ അവൾക്ക് വെയിലടിക്കാതിരിക്കാൻ വേണ്ടി ആ ഫ്രണ്ടിൽ ചെന്നിങ്ങനെ നിൽക്കും. അങ്ങനെ കുറെ മണിക്കൂറിന് ശേഷം അവൾ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവനെ കണ്ടിട്ട് കാറിൽ കയറാതെ ഇവൻ എന്തിനാ അവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും തിരിച്ചൊന്നും പറയാതിരിക്കുമ്പം ഇവള് സമയം നോക്കിയിട്ട് എത്ര മണിക്കൂർ കൊണ്ട് ഇവൻ നിൽക്കുമെന്ന് പറഞ്ഞ് ഇവൾ എന്തുകൊണ്ട് വിളിക്കാത്തേം ചോദിക്കും. അതിനേശം അവനൊന്നും പറയാതെ കാറിൽ കയറാൻ വേണ്ടി അവന്റെ ഷൂ ഒക്കെ അവിടെ ചെന്ന് ക്ലീൻ ചെയ്യുമ്പം ഇവളാണ് അവളുടെ ചെരുപ്പ് അഴുക്കായിരിക്കുമെന്ന് പറഞ്ഞ് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവൻ അകത്തേക്ക് കയറിയിരിക്കാൻ പറയും. അതിനുശേഷം ഇവനെ വിളിച്ചോണ്ട് അവൾ അവിടെ നിന്ന് പോകുമ്പോഴാണ് പോകുന്ന വഴിക്ക് അവളും ഇവന് കഴിക്കാൻ വല്ലതും വേണം ചോദിക്കും. അപ്പോഴാണ് അവൻ ഇവളെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാൻ വേണ്ടി അവന് വിശപ്പില്ലെന്ന് കള്ളം പറയുമ്പം അവൾക്ക് വിശക്കാന്ന് പറഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റിന്റെ അവിടെ കാർ നിർത്തി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യും. അതിനുശേഷം അവന്റെ സാധനം കൊടുത്തിട്ട് ഇവനും കൂടെ കഴിക്കാൻ വേണ്ടി പറയുമ്പം ആ സമയത്താണ് ഇവളുടെ അമ്മ ഫോൺ വിളിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ അവളും കാറിൽ നിന്ന് പുറത്തേക്ക് പോയി അവളുടെ അമ്മയോട് സംസാരിക്കും. അപ്പോഴാണ് അവരും ദേഷ്യത്തി ഇവള് മറ്റവനായിട്ട് ഡിവോഴ്സ് ആയെന്ന് ചോദിക്കും. അങ്ങനെ ഈ കാര്യമൊക്കെ എന്തിനാ മറച്ചു വെച്ചെന്ന് പറഞ്ഞ് അവളുടെ അമ്മ കുറെ ദേഷ്യപ്പെടുമ്പം ഇവളാണ് അവളുടെ അമ്മയോട് ഇതൊരു ഡിവോഴ്സ് ആയില്ല, അവനാ ഡിവോഴ്സ് സൈൻ ഇടാൻ വേണ്ടി ഇവളോട് ചോദിച്ചേക്കുന്നതെന്ന് പറയും. അങ്ങനെ ഇവൾ സൈൻ ഇട്ടാല് ഡിവോഴ്സ് ആകത്തുള്ള ആ കാര്യമൊക്കെ പറയുമ്പം ഇവളുടെ അമ്മ പെട്ടെന്ന് വിഷമിച്ചിട്ട് എങ്കിൽ പിന്നെ അവൻ എന്തിനാ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞ് അവനോട് ചെന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കട്ടെ ചെയ്യും. അതോടെ അവളും പേടിച്ച് അച്ഛന്റെ ഫോൺ കൊടുക്കാൻ പറഞ്ഞിട്ട് ഇവൾ അച്ഛൻ മുമ്പ് നോയിക്കൊണ്ടിരുന്ന ആ ലീവോനെ വിളിച്ചോണ്ട് അവളിപ്പോ നാട്ടിലേക്ക് വന്നേക്കോന്ന് പറയും. അങ്ങനെ കഴിഞ്ഞ വർഷം അവന് പഠിക്കാൻ പറ്റാത്തോണ്ട് ഈ തവണ അവൾ സഹായിക്കുന്ന കാര്യമൊക്കെ അച്ഛനോട് പറയുമ്പോൾ ഇത് കേട്ട് അടുത്ത സെക്കൻഡ് അവളുടെ അമ്മയാണ് ഫോൺ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രശ്നത്തിന്റെ ഇടയ്ക്ക് നീ ആ പയ്യനെന്തിനെ വിളിച്ചോണ്ടെന്ന് പറഞ്ഞ് ഇവൾക്ക് എന്താ വട്ടാണെന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും മറ്റവനോട് പറഞ്ഞിട്ട് ആ മൈൻഡ് പോലും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഇവനെ വിളിച്ചോണ്ടെന്ന്, അല്ലാതെ ഇവൾക്ക് വല്ല ആവശ്യമുണ്ടോന്ന് പറഞ്ഞ് കുറച്ച് ദേഷ്യത്തിലൊക്കെ സംസാരിക്കുന്നതൊക്കെ അകത്തിരുന്ന് അവനും കേട്ടോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അവള് ഫോണിൽ സംസാരിച്ചിട്ട് വണ്ടി വന്നിരിക്കുമ്പം ഇവനൊന്നും മിണ്ടാൻ പോകത്തില്ല. അപ്പോഴാണ് പോകുന്ന വഴിക്ക് വെച്ച് അവളും തൽക്കാലം ഇനിയിപ്പോ ഇവളുടെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകുമ്പോന്ന് പറയും. അതുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകുമ്പോൾ ഇവന് ഷൂ ഒക്കെ അഴുക്കായിരിക്കുന്നുണ്ട് വാതിലിന്റെ അവിടെ തന്നെ നിൽക്കും. അപ്പോഴാണ് അവളും ഇവനിടാൻ വേണ്ടി സ്ലിപ്പേഴ്സ് ഒക്കെ എടുത്തു കൊടുത്തിട്ട് അവനെ ചെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞ് അവൾ അകത്തേക്ക് കയറി ചെല്ലും. അതിനുശേഷം അവനും ഇവന്റെ ഷൂ ഒക്കെ ഡീസെന്റ് ആയിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ച് അവൻ അകത്തേക്ക് കയറി ചെല്ലും. എന്നിട്ട് അവൻ അവിടെ ചെന്നിരിക്കുമ്പോഴാണ് ഇവൾ അവിടേക്ക് വരുമ്പം അവളുടെ ചെരുപ്പ് ഊരി വെച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ അവനും ഇവൻ ചെരുപ്പിട്ട് തെറ്റായി പോയെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്താരാണ്ട് കോളിംഗ് ബെല്ലടിക്കും. അങ്ങനെ അതുകൊണ്ട് അവള് പുറത്തേക്ക് ചെന്ന് നോക്കുന്ന സമയം നോക്കി ഇവൻ പേടിച്ച് അവന്റെ ചെരുപ്പ് ഊരി പുറത്തേക്ക് കഴിക്കും. അതിനുശേഷം ഇവൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വരുമ്പം അവനും കൂടെ അത് കഴിക്കാൻ വേണ്ടി പറയും. അങ്ങനെ ഇവൻ ആദ്യമായിട്ടാണ് സിറ്റിയിലേക്കൊക്കെ വരുന്നത്. കാരണം ഇതുവരെ അവൻ ആ ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടേ ഇല്ല. അതിനുശേഷം അവളും കഴിക്കുന്നിടയ്ക്ക് ഇവൻ ഒന്നും കൂടെ സ്കൂൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി അവൾ കുറച്ച് അഡ്മിഷനൊക്കെ ഒപ്പിച്ച് വെക്കാന്ന് പറഞ്ഞിട്ട് ഇവന് വലുതായിട്ട് ടെൻഷൻ ആകാതിരിക്കാൻ പറയും. അപ്പോഴാണ് അവനും ഏത് സ്കൂളായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവന് ചെയ്യുന്ന സഹായത്തിനൊക്കെ താങ്ക്സ് പറയും. അതിനുശേഷം അവളും കുറച്ച് കുറ്റബോധത്തോടെ വരുന്ന വഴിക്ക് ഇവളുടെ അമ്മയോട് സംസാരിച്ചൊക്കെ കേട്ട് കാണുമല്ലോ എന്ന് പറഞ്ഞ് അവൾ ചെറിയ ദേഷ്യത്തില് അങ്ങനെയൊക്കെ സംസാരിച്ചെന്ന് പറയും. അല്ലാതെ ഇവനോട് വലിയ വിരോധമൊന്നുമില്ലെന്ന് പറയുമ്പം ഇവൻ അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവനൊന്നും വിചാരിച്ചില്ലെന്ന് പറയും. അതിനുശേഷം അവളും ഇവന് 19 വയസ്സല്ലേ ഉള്ളു, അതുകൊണ്ട് ഇനി ഇവളെ ചേച്ചിന്ന് വിളിച്ചാൽ മതി എന്ന് പറയുമ്പം അവനും കുറച്ച് ഷൈ ആയിട്ട് ചേച്ചി എന്ന് പറഞ്ഞ് പതിയെ വിളിക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവനെ ചെന്ന് ഗസ്റ്റ് റൂമൊക്കെ കാണിച്ചു കൊടുത്ത് കുറച്ച് ദിവസത്തേക്ക് അവൻ ഇവിടെ താമസിക്കാൻ മതി എന്ന് പറയും. അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ട് ഇവളെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ ആ സ്ഥലമൊക്കെ ചുമ്മാ ചുറ്റി കാണിക്കും. അതിനുശേഷം ഇവൾ തിരിച്ച് അവളുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ കൂട്ടുകാരിയാണ് പെട്ടെന്ന് ഫോൺ വിളിച്ചിട്ട് ഇവൾക്ക് ഡിവോഴ്സ് ആകാൻ പോകണം ചോദിക്കും. അപ്പോഴാണ് സെൻജിങ്ങും ഇവൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയെന്ന് പറഞ്ഞിട്ട് അവൾ ലീവോനെ വിളിച്ചോണ്ടെന്ന കാര്യമൊക്കെ പറയും. അപ്പോഴാണ് കൂട്ടുകാരിയും എങ്കിൽ പിന്നെ അവൻ
അവനെ ഇവന്റെ അച്ഛന്റെ അമ്മയുടെ വീട്ടിൽ ചെന്ന് ആക്കാത്തെന്താന്ന് ചോദിക്കുമ്പോൾ സെൻജിങ് ആണ് അവരോട് മുമ്പേ പറയാത്തോണ്ട് അമ്മയോട് ചെറിയ വഴക്കുണ്ടായെന്ന് പറഞ്ഞ് എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞ് അവനെ പിന്നെ സ്കൂളിൽ ഹോസ്റ്റലിലാക്കാന്ന് പറയും. അതിനുശേഷം രാത്രി ഇവൾ ഉറങ്ങിയതിനു ശേഷം ഇന്നത്തെ ഫുഡ് കഴിച്ചിട്ട് അവന് മൊത്തത്തിൽ വയറിളക്കം ആയി. കാരണം ഈ ടൈപ്പ് ഫുഡൊക്കെ അവൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ശബ്ദം ഉണ്ടാക്കാതെ അവന് ടോയ്ലറ്റിലൊക്കെ പോയിട്ട് തിരിച്ച് റൂമിലേക്ക് വരുമ്പം ഈ ശബ്ദം കേട്ട് അവൾക്ക് മനസ്സിലാവും അവൻ ആ ഫുഡൊന്നും ശരിയായി കാണത്തില്ലെന്ന്. അതുകൊണ്ട് തന്നെ അവനും റൂമിങ്ങനെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുമ്പം അവൾ പുറത്ത് നിന്ന് വയറുവേനയ്ക്കുള്ള മരുന്നൊക്കെ അവൾ ടേബിളിൽ വെച്ചേക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. അതിനുശേഷം അവനും പുറത്തേക്ക് വന്നിട്ട് ആ ഗുളിക എടുത്ത് കഴിക്കാൻ നോക്കുമ്പം അവിടുത്തെ ഗ്ലാസ് കണ്ട് അവൻ അത് യൂസ് ചെയ്യാതെ ഇതിനുമ്പ് ഒരു ഓർഡർ ചെയ്ത് കുടിച്ച് ആ കപ്പ് എടുത്ത് അവൻ ക്ലീൻ ചെയ്തിട്ട് അതിൽ വെള്ളം ഒഴിച്ച് അവൻ കുടിക്കും. എന്നിട്ട് അടുത്ത ദിവസം ഇവൾ എഴുന്നേറ്റ് പുറത്തേക്ക് വരുമ്പോഴാണ് അവൻ ആകെ അതിൽ നിന്ന് ഒരു ഗുളിക എടുത്തോളെന്ന് അറിഞ്ഞിട്ട് ഇവൾ അതുമായിട്ട് വീണ്ടും അവന്റെ റൂമിലേക്ക് ചെല്ലും. അപ്പോഴാണ് അവനെ കണ്ട് ഇവന്റെ വയറുവേനൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവനിപ്പോ കുഴപ്പമില്ലെന്ന് പറയും. അപ്പോഴാണ് അവളും ഇവൻ ആ ഫുഡൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ ഫോഴ്സ് ചെയ്ത് കഴിച്ചതെന്ന് പറഞ്ഞ് എന്തായാലും വേണം ഇവളോട് ചോദിച്ചാൽ മതി എന്ന് പറയും. അപ്പോഴാണ് അവനും അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവൻ കുറെ കഴിച്ചോണ്ടായിരിക്കും വയറുവേന ഒന്നെന്ന് പറയും. അതിനുശേഷം അവള് ഇവൻ കിടന്ന ബെഡ് നോക്കുമ്പം ഇവൾക്ക് മനസ്സിലായി അവൻ ആ സോഫ നേരെയാക്കാതെ അതേപോലെ കിടന്നെയാണെന്ന്. അതുകൊണ്ട് അവൾ അവനോട് സോറിയൊക്കെ പറഞ്ഞിട്ട് ഇത് നമുക്ക് നേരെയാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവനത് പഠിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് ഇവർ കഴിക്കാൻ വേണ്ടി പുറത്തുനിന്ന് കഞ്ഞി ഓർഡർ ചെയ്യുമ്പം അവൻ ഇതൊക്കെ കണ്ട് അവന് ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയാന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട അവളും എങ്കിൽ പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, വേറെന്തേലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ വാങ്ങിച്ചു തരാം എന്ന് അവനോട് പറഞ്ഞിട്ട് ഇവന്റെ കണ്ണ് അമ്മയെ പോലെയാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ജനിച്ചപ്പോൾ തൊട്ട് അമ്മയെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് അവൻ ആ കാര്യം പറയുമ്പം അവളുമായിട്ട് ഇവനോട് സോറി പറയും, വെറുതെ ആ കാര്യമൊക്കെ ഓർമ്മിപ്പിച്ചതിന്. പക്ഷെ അവനാണ് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഈ ചെലവാക്കുന്ന പൈസയൊക്കെ തിരിച്ചു തരാന്ന് പറയും. അങ്ങനെ അത് കേട്ട അവളും ആദ്യം പഠിച്ചതിനെ കുറിച്ച് നോക്ക്, പൈസയൊക്കെ പിന്നെ ആലോചിക്കാം, നിനക്ക് ഞാൻ കഴിക്കാൻ വേണ്ടി കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട് തരാം എന്ന് അവള് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ പുറത്ത് വെച്ചാണ് ഇവളുടെ ഹസ്ബൻഡ് വേറൊരു പെങ്കുവച്ചായിട്ട് പോകുന്നതാണ്. അങ്ങനെ അതോടെ അവൾക്ക് ദേഷ്യം വന്ന് അവന്റെ പുറകെ തന്നെ ചെല്ലും. അപ്പോഴാണ് അവനും ഇവളെ കണ്ട് ചെറിയ ടെൻഷനോടൊക്കെ ഇവൾ കഴിക്കാൻ എന്താ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൾ ഇഷ്ടമുള്ള കാര്യമൊക്കെ ഇവൻ അറിയാലോ എന്ന് പറഞ്ഞ് അവനെ തന്നെ ഓർഡർ ചെയ്യാൻ പറയും. പക്ഷെ അവൻ ഓർഡർ ചെയ്ത ശേഷം ഇവളത് വേണ്ടെന്ന് പറഞ്ഞിട്ട് വേറെ ഫുഡൊക്കെ ഓർഡർ ചെയ്യും. അപ്പോഴാണ് അവനാണ് ഇവളെ കണ്ടിട്ട് ഇവൾക്ക് എന്തെങ്കിലും പറയാനുണ്ട് ഡയറക്റ്റ് ആയിട്ട് പറയാൻ വേണ്ടി ചോദിക്കുമ്പോൾ അവള് ചുമ്മാ ഇവരോടെ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം വന്നതാന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ തർക്കം വന്നുണ്ട് മറ്റവളും അവൾക്കൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് പോകും. അതിനുശേഷം പുറത്ത് വെച്ച് ഇവന് സെൻജിങ്ങിനോട് ദേഷ്യത്തി അവൾ എന്തോ നിനക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ് അവൾ ഇവന്റെ ഒരു കസ്റ്റമറാന്ന് പറയും. അങ്ങനെ വർക്ക് സമയത്ത് ഇവൾ എന്തിനാ ഒന്ന് ശല്യപ്പെടുത്തിയെന്ന് പറഞ്ഞ് ഇവനും ദേഷ്യപ്പെട്ടൊക്കെ ഈ ലോകമൊന്നും ഇവളെ ചുറ്റി വരുമല്ലെന്ന് പറയും. അങ്ങനെ അത് കേട്ട് അടുത്ത സെക്കൻഡ് അവൾ വിഷമിച്ചിട്ട് ഇവൻ എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്ന പോലെയൊക്കെ സംസാരിക്കുന്ന പറഞ്ഞ് ഇവൻ ബ്രേക്കപ്പിന് ശേഷം അവൾ മൊത്തത്തിൽ വീക്കായി പോയെന്ന് പറയും. അങ്ങനെ കോളേജ് തൊട്ട് നമ്മൾ ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ചിട്ട് ഇപ്പൊ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ അവന് സങ്കടത്തി അതിന്റെ റീസൺ ഇവൾക്ക് അറിയത്തില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് നിനക്ക് മാത്രമല്ല എനിക്ക് അതോർത്ത് നല്ല സങ്കടമുണ്ട്, അതെന്താ നീ മനസ്സിലാക്കാത്ത, പോയത് എന്റെ കുഞ്ഞും കൂടെ, അതുകൊണ്ട് രണ്ടുപേരും കൂടെ ഈ സമയമൊക്കെ മറികടന്ന് പോകണ്ട എന്ന് അവൾ പറയുമ്പോൾ അവനും ഇനി അവനെ കൊണ്ട് ഇവളുടെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇവളുടെ കൂടെ കല്യാണം കഴിച്ച തന്നെ ഒരു തെറ്റായിട്ട് വിചാരിക്കുമെന്ന് പറയും. അതുകൊണ്ട് മുമ്പേ ഇതൊക്കെ സംഭവിക്കുന്ന അറിയായിരുന്നെങ്കിൽ ഇവളുടെ കൂടെ കല്യാണം പോലും കഴിക്കത്തില്ലെന്ന് പറഞ്ഞ് അവൻ പറഞ്ഞ കാര്യമൊക്കെ ഓർത്ത് ഇവൾ ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് സെൻജിങ് ആണ് അവനെയും വിളിച്ചോണ്ട് ഒരു സ്കൂളിലേക്ക് ചെല്ലും. അപ്പോഴാണ് ഇവൻ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി അവളെ സാറിനോട് സംസാരിക്കുമ്പോൾ മാത്സിനോട് ഭയങ്കര ഇഷ്ടം എന്നൊക്കെ പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവന് ഫിസിക്സാ ഇഷ്ടം എന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവളും ചമ്മി പോയിട്ട് എന്നാലും നിനക്ക് അഡ്മിഷനൊക്കെ വേണ്ടേ, അതുകൊണ്ട് നീ മാത്സ് ഫേവററ്റ് എന്നും കൂടെ പറ എന്ന് അവള് പറഞ്ഞു നോക്കുമ്പോൾ അവന് മാത്സ് അത്രയ്ക്ക് ഇഷ്ടമല്ലെന്ന് പറയും. അതുകൊണ്ട് തന്നെ അവളും മൊത്തത്തിൽ സൈലന്റ് ആയി അവനെയും വിളിച്ചോണ്ട് സാറിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ അങ്ങേരാണ് ഇവന്റെ ബാക്കിയുള്ള മാർക്കെല്ലാം കണ്ടിട്ട് ഇവൻ അഡ്മിഷൻ തരാൻ തയ്യാറാന്ന് പറയും. പക്ഷെ അതേസമയം ഇവൻ വീണ്ടും റിപ്പീറ്റ് ണ്ട് കുറച്ച് പിള്ളേരും കൂടെ വന്നതിന് ശേഷം ക്ലാസ് ഒക്കെ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവന്റെ മാത്സിന്റെ സ്കോർ എത്രാന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ജസ്റ്റ് അവറേജ് ആണെന്ന് സത്യം പറഞ്ഞിട്ട് അവന് മാത്സ് ഭയങ്കര ഇഷ്ടമെന്ന് പറയും. അങ്ങനെ അതോടെ പുറത്തേക്ക് വന്നിട്ട് അവളാണ് ഇവൻ ഫിസിക്സ് മാത്രം ഇഷ്ടമുള്ളെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തോ സാറിനോട് അങ്ങനെ സംസാരിച്ചെന്ന് ചോദിക്കുമ്പോൾ അവനും കുറച്ച് നാണിച്ചൊക്കെ ഫിസിക്സിനകത്തും കുറെ കണക്കൊക്കെ വരും പറഞ്ഞ് ഇവളോട് അങ്ങനെ പറഞ്ഞതിന് സോറി പറയും. അപ്പോഴാണ് അവളും ചിരിച്ചിട്ട് ചുമ്മാ തമാശക്ക് ചോദിച്ച അല്ലാതെ ഇവ എന്തിനാ സീരിയസ് ആയിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞ് ഇപ്പൊ ഇവന് വേണ്ടി പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തരാന്ന് പറയും. അപ്പോഴാണ് അവനും അവന്റെ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇവൾ ഇത് ഇട്ടോണ്ടൊക്കെ പോയാൽ ചിലപ്പോൾ ഇവിടുത്തെ പയ്യന്മാരൊക്കെ കളിയാക്കുമെന്ന് പറഞ്ഞ് അവനും വിളിച്ചോണ്ട് പുറത്ത് ഷോപ്പിങ്ങിന് പോകും. പക്ഷെ അവൾ എടുത്തിരുന്ന ഡ്രസ്സൊക്കെ കണ്ടിട്ട് ഇവൻ അതൊക്കെ വാങ്ങിക്കണോ വേണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. കാരണം ഇവന് വേണ്ടി ഇത്രയും പൈസ ചെലവാക്കുന്നത് അവന് സങ്കടമുണ്ട്. അതുകൊണ്ട് തന്നെ അവളെടുത്തുന്ന ഡ്രസ്സിനകത്ത് ഇവനും ഏതാണ് ഏറ്റവും വില കുറഞ്ഞ് അത് മാത്രം എടുത്ത് ഇട്ടോണ്ട് വരും. അപ്പോഴാണ് അവൾ അവനെ കണ്ടിട്ട് ഇവളെന്ന മറ്റേ ടീഷർട്ട് എന്തേലും ചോദിക്കുമ്പോൾ അവൻ അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് അവൻ ഇത് മാത്രം മതി എന്ന് പറയും. അപ്പോഴാണ് അവൾ അടുത്തായിട്ട് ഒരു വില കൂടിയ ഷർട്ട് എടുത്ത് കൊടുത്ത് അവൻ ഇട്ടോളം പറയുമ്പോൾ അവനത് വാങ്ങിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അവൾ അവനെ
ഫോഴ്സ് ചെയ്ത് അത് എടുത്തു കൊടുത്തിട്ട് അടുത്തവന് ഷൂ എടുക്കാൻ വേണ്ടി പോകും. അതുകൊണ്ട് ഇവന്റെ സൈസ് ചോദിക്കുമ്പോൾ അവന്റെ സൈസിന് ഇവിടെ ഷൂ കാണത്തില്ല. അതുകൊണ്ട് അവരത് ഓർഡർ ചെയ്തിട്ട് അവിടെ നേരെ പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. അങ്ങനെ ആ സമയത്താണ് ഇവളുടെ കൂട്ടുകാരി അവിടേക്ക് വരുന്നത്. അങ്ങനെ അവളിപ്പോ ലീവുവിനെ കണ്ടിട്ട് ഇതാണ് നീ പറഞ്ഞ പയ്യെന്ന് പറഞ്ഞ് അവനെ നോക്കി ഹായെ കാണിക്കുമ്പോൾ അവൻ അവരെ പരിചയപ്പെടുത്തും. അങ്ങനെ അതിനുശേഷം കൂട്ടുകാരിയും ഇവൾക്ക് ഡിവോഴ്സ് ആയതിനെ കുറിച്ച് ആലോചിച്ച് നല്ല വിഷമമൊക്കില്ലെന്ന് പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്താൻ നോക്കും. പക്ഷെ സെഞ്ചിനാണ് അവൾക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലീവ് ഒന്നും കഴിക്കാതിരിക്കുന്നുണ്ട് അവന് കഴിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവൻ അതൊക്കെ അലർജി എന്ന് നോക്കിക്കൊണ്ട് അവനും ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാൻ വേണ്ടി അവൻ ആ ഫുഡ് തന്നെ എടുത്ത് കഴിക്കും. ഇതേ സമയം അവളുടെ കൂട്ടുകാരാണ് ഇവനെ കണ്ടിട്ട് പയ്യനെ കാണാൻ നല്ല ക്യൂട്ടാന്ന് പറഞ്ഞ് അവനെ നോക്കി പറയുമ്പോൾ തന്നെ അവന്റെ മുഖമൊക്കെ ചുമന്നു വരും. ഇത് കണ്ട് അവർ രണ്ടുപേരും കൂടെ ഇവൻ അതിനു മുമ്പ് നാണം വന്നെന്ന് പറഞ്ഞ് അവർ തെറ്റിയിരിക്കുമ്പോൾ പിന്നീട് മനസ്സിലാക്കും അവൻ അലർജി തന്നെയാണെന്ന്. അങ്ങനെ അതുകൊണ്ട് അപ്പം തന്നെ അവനെ വിളിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് അങ്ങ് ചെല്ലും. അങ്ങനെ അതോടെ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.